കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയാൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ യോബിൻ്റെ കഷ്ടതയോടുള്ള ബന്ധത്തിൽ യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സ്നേഹിതന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അതിൽ ഒരാളാണ് എലീഹൂം എന്ന് പറഞ്ഞ മനുഷ്യൻ. ആ എലീഹൂം പറയുന്ന ഒരു വാചകമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പത്തക്കവണ്ണം ഇടവന്ന വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചേ. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകും. അവനെപ്പോലെ ശക്തിയുള്ളവൻ വേറെ ആരുമില്ല. കാര്യം അവന് നമുക്ക് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അഗോചരമാണ്, അപ്രമേയമാണ്. നമുക്കാർക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ കരവും പ്രവൃത്തിയും ശക്തിയും ഒക്കെ വെളിപ്പെട്ടു വരുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എൻ്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും തമ്മിൽ അകന്നിരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ യോബിൻ്റെ പുസ്തകത്തിനകത്ത് എലീഹൂം എന്ന് പറഞ്ഞ മനുഷ്യൻ പറയും, നമുക്കവനെ കണ്ടെത്താനാകയില്ല. അവൻ ശക്തിയാൽ അത്യുന്നതനാകുന്നു. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബ തലങ്ങളിലോ ഒക്കെ, ശുശ്രൂഷ മേഖലകളിലോ വിശ്വാസ ജീവിതത്തിലൊക്കെ അനീതികൾ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു കാലമാണ്, അല്ലേ? ന്യായത്തിന് വിലയില്ല, നീതിക്ക് വിലയില്ല. അത് സ്തോത്രം. അതുപോലെ പൂർണ്ണ നീതി വെളിപ്പെട്ടു വരാത്ത ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും അന്യായം വെളിപ്പെട്ടു നിൽക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം അത്യുന്നതനാണ്, ശരിയാണ്. പക്ഷേ അവിടെ ഒരു കാര്യം വ്യക്തമായി തിരുവചനം വ്യക്തമാക്കുന്നു, അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നതാണ്? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവവൈതലെ, ദൈവത്തിൻ്റെ നീതിയും ന്യായവും അവൻ നിശ്ചയമായി സമയമാകുമ്പോൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തനാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സ്തോത്രവേദ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവനീതി എന്നൊരു ഭാഗം വ്യക്തമായി പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ വ്യക്തമാക്കുന്നതാണ്. എന്ന ദൈവമനുഷ്യൻ അത് ദർശനം പ്രാപിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവന്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ നോക്കി. പൊട്ടക്കനകത്തിട്ടു. 20 വെള്ളിക്കാശിന് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. ഒത്തിപ്പന്റെ വീടിൽ അഭയം ചൊല്ലേണ്ടി വന്ന സാഹചര്യം, അവിടെ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിലേക്ക് വഴിമാറേണ്ടി വന്ന സാഹചര്യം. പക്ഷെ ദൈവനീതി ഒരിക്കലും മാറത്തില്ല, കേട്ടോ. സ്തോത്രം. ഇന്ന് ഒരുപക്ഷെ നിന്നെ കുറ്റം പറയുന്നവർ, ഇന്നൊരു പക്ഷെ നിന്നെ തള്ളി പറയുന്നവർ, ഇന്നൊരു പക്ഷെ നിന്നെ നിന്ദിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, നാളെ നിന്റെ അടുക്കൽ വരുന്ന ഒരു ദിവസമുണ്ട്. ഇതിനെയാണ് ദൈവനീതി എന്ന് പറയുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അതാണ് പൂർണ്ണനീതിക്കും ന്യായത്തിനും ഭംഗം വരുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നീതി പൂർണ്ണമായി വെളിപ്പെടും. ദൈവത്തിൻ്റെ ന്യായം നിശ്ചയമായിട്ട് നമ്മൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരും. അടുത്ത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. പ്രൈസ്. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. അടുത്ത് പറയുന്ന വാക്ക് ചിന്തിക്കാനുള്ളതാണ്. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. ശ്രദ്ധിക്കണോ? ആ ചിന്ത വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും ജ്ഞാനം നല്ലതാണ്. സ്തോത്ര. തിരുവചനത്തെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നല്ലതാണ്. പക്ഷേ ജ്ഞാനം ഭാവിക്കുന്ന ആൾക്കാർ, എനിക്കൊന്നും അറിയാം, ഞാനൊരു വലിയ ആളാണ്, ഇല്ലെങ്കിൽ പ്രൈസലോ എനിക്ക് അവിടെ ബന്ധമുണ്ട്, ഇവിടെ ബന്ധമുണ്ട്, ഇന്നതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? എന്നാൽ അവരെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്, ജ്ഞാനം ഭാവിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നില്ല? കടാക്ഷിക്കുന്നില്ല. നിനക്ക് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുക. അല്ലാത്ത എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സിലേക്ക് നമ്മൾ പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ ശ്രദ്ധിക്കത്തില്ല, ദൈവം നമ്മളെ കടാക്ഷിക്കത്തില്ല. ദൈവം എന്താണോ നമ്മുടെ ഹൃദയത്തിനകത്ത് കൈമാറിയത് അതിനെ സ്തോത്രം ഹല്ലേലൂയ കൈമാറുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ കരം നമുക്കായി വെളിപ്പെട്ടു വരും. ജ്ഞാനികളായി ഭാവിക്കുന്നവരെ, അല്ലെങ്കിൽ ജ്ഞാനികളെന്ന് നടിക്കുന്നവരെ ദൈവത്തിന് ഒരിക്കലും അവരോട് കടാക്ഷം തോന്നുകയില്ല. ദൈവത്തിൻ്റെ കരുണ അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ, വിനയത്തോടെ, ദൈവകൃപയിൽ ആശ്രയിച്ച്, കർത്താവേ
നീയാണ് എന്നെ സഹായിക്കേണ്ടത്, നിന്റെ കരുണ എൻ്റെ മേൽ വെളിപ്പെട്ടു വരണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.